ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, റീഫ്രേ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം പലർക്കുള്ള സംശയമാണ്, എങ്ങനെയാണ് ഇൻഷുറൻസ് കമ്പനികൾ ക്യാഷ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പല ക്ലെയിമിങ്ങിലും വരുമ്പോഴും ഒക്കെ കൂടുതൽ എമൗണ്ട് കൊടുക്കേണ്ടി വരുന്നു, അതുപോലെ കൂടുതൽ ബോണസ് കൊടുക്കുന്നു. ഇപ്പോൾ LIC ഒക്കെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ ബോണസ് കൊടുക്കുന്നു, റിട്ടേൺ കൊടുക്കുന്നു, കൂടുതൽ അഷുറൻസ് കൊടുക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് അവരെങ്ങനെ മണി ഉണ്ടാക്കുന്നു എന്നുള്ളത് പലരുടെയും സംശയമാണ്. അപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനി മണി ഉണ്ടാക്കാൻ പല രീതിയിലാവാം. ഒന്ന്, അവർ കളക്ട് ചെയ്യുന്ന പ്രീമിയം. ഓരോരുത്തരുടെയും പോളിസി എടുക്കുന്ന സമയത്ത് അവരുടെ ഏജിനും അവരുടെ റിസ്കിനും ഒക്കെ അനുസരിച്ച് പ്രീമിയം കളക്ട് ചെയ്യുന്നത്, ഇത് അവർക്ക് ഒരു ഇൻകമാണ്. അതുപോലെ തന്നെയാണ് പല കമ്പനികളും അല്ലെങ്കിൽ അവർ ഈ ഇൻകത്തിനെ ഒന്നുകൂടെ ഇൻഷുർ ചെയ്യും. അതായത് മറ്റുള്ള ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് അവരുടെ റിസ്കിനെ, ഒരു ഇൻഷുറൻസ് കമ്പനി അതിൻ്റെ റിസ്കിനെ, അവർക്ക് കസ്റ്റമേഴ്സിന് ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ കൊടുക്കണമല്ലോ. അപ്പോൾ ആ ഒരു റിസ്കിനെ അവർ വേറൊരു ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയും അവർക്ക് അവിടെ നിന്ന് അപ്പോൾ ക്ലെയിം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സെറ്റിൽ ചെയ്യാനായിട്ട് ആ ഒരു ഇൻഷുറൻസ് ഉപയോഗപ്പെടും. അതുപോലെ തന്നെ അവർ മണി ക്രിയേറ്റ് ചെയ്യുന്നത് പല അസറ്റുകളിലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ്. അതായത് ഇപ്പോൾ കോർപ്പറേറ്റ് ബോണ്ട്, ട്രഷറി ബോണ്ട്, അങ്ങനെയുള്ള പല ഇൻവെസ്റ്റ്മെൻറ്റിലേക്കും അവർ ഇത്തരം പ്രീമിയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടും അവിടെ നിന്നും ഏണിങ്സ് ഉണ്ടാകും. പല രീതിയിലും അത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ LIC ഒക്കെ ആണെങ്കിൽ ഗവൺമെൻറ് പ്രൊജക്റ്റുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും, പിന്നെ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും, മികച്ച കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ പല ബോണ്ടുകളിലും മറ്റ് ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് കൂടുതൽ എമൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇന്ന് നോക്കിയാൽ അറിയാം, LIC ആണ് ഏറ്റവും മികച്ച കമ്പനിയായിട്ടും ഏറ്റവും കൂടുതൽ അസറ്റുള്ള കമ്പനിയുമായിട്ട് നിൽക്കുന്നത്. വേൾഡിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് മേഖലയിൽ ഏറ്റവും നല്ല ഒരു പൊസിഷൻ LICക്ക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെയൊക്കെ പല പദ്ധതികളിലും, അതുപോലെ റെയിൽവേ, അതുപോലെയുള്ള പല ഗവൺമെൻറ് പദ്ധതികളിലുമൊക്കെ പ്രോജക്റ്റുകളിലുമൊക്കെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട എമൗണ്ട് കൊടുക്കുന്നത് LICയിൽ നിന്നാണ്. ഇപ്പോൾ ഗവൺമെൻറ് സെക്ടറിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള പലർക്കും സാലറി കൊടുക്കാനൊക്കെ LICയുടെ എമൗണ്ട് എടുത്തിട്ടാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ LIC എന്ന് പറയുന്നത് തന്നെ വലിയൊരു സ്ഥാപനമാണ്, അതിന് ഒരുപാട് ആസ്തിയുള്ളതാണ്. അവരത് റീക്രിയേറ്റ് ചെയ്യുന്നതും ഇതുപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും റീഇൻഷുറും ഒക്കെ ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവ് നൽകിയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ നല്ല അറിവ് നൽകുന്ന എപ്പിസോഡുകളുമായി കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.